നിലമ്പൂരിൽ ഇനി ഫലം അറിയാനുള്ള കാത്തിരിപ്പ്. കനത്ത മഴയിലും ആവേശത്തോടെ ജനങ്ങൾ വിധി എഴുതാനെത്തി. 73.25% പോളിംഗ്. 2021 തെരഞ്ഞെടുപ്പിൽ 75.23% പോളിംഗ്. 23 ഫലമറിയാം. മൂന്നാഴ്ചക്കാലം നീണ്ടുനിന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂർ ജനത വിധിയെഴുതി. കനത്ത മഴയ്ക്കിടയിലും മികച്ച പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത്. 5 മണിവരെയുള്ള കണക്കനുസരിച്ച് 73% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 76.6% പോളിംഗ്. അന്തിമ കണക്ക് വരുമ്പോൾ ഏറെക്കുറെ കഴിഞ്ഞ തവണത്തേതിനടുത്തായി തന്നെ പോളിംഗ് ശതമാനം ഉണ്ടാവാനാണ് സാധ്യത. പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്താത്തതിൽ പ്രതീക്ഷയിലാണ് മുന്നണികൾ. വികസനമാണ് നിലമ്പൂരിൽ NDA പ്രധാന ചർച്ചയാക്കിയതെന്നും എന്നാൽ ഇടതുവലതു മുന്നണികൾ വർഗീയ ഭീകരവാദികളുമായി കൂട്ടുകൂടുന്നതാണ് നിലമ്പൂരിൽ കാണാനായതെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഇതിനെതിരായ വിധിയെഴുത്താവും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിലമ്പൂരിന്റെ പിന്നോക്കാവസ്ഥ, അവികസിതാവസ്ഥ, അതോടൊപ്പം വികസന രംഗത്ത് പിന്തള്ളപ്പെട്ടത്, ഇതെല്ലാം തന്നെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ, വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വികസിത കേരളം, വികസിത നിലമ്പൂർ എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യത്തെ നിലമ്പൂരിലെ വോട്ടർമാർ നെഞ്ചേറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രചരണത്തിലുടനീളം ജനങ്ങളുടെ പങ്കാളിത്തം അതാണ് വ്യക്തമാക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം അൻവറിനെ കൊണ്ട് രാജിവെപ്പിച്ചത് UDF ആണെന്നും കേരളം ഇത്തരം രാഷ്ട്രീയ ചതി പ്രയോഗത്തിന്റെ കൂടെ നിൽക്കില്ല എന്നും പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ സ്വരാജ് മികച്ച വിജയം നേടുമെന്നും പ്രതികരിച്ചു. UDFന് അനുകൂലമായ വിധിയെഴുത്താവും ഉണ്ടാവുകയെന്ന് AP അനിൽകുമാറും പറഞ്ഞു. അട്ടിമറി വിജയം നേടുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. ഏതായാലും നിലമ്പൂരിലെ ജനത എന്താണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് 23 വ്യക്തമാകും. ജനം, നിലമ്പൂർ.